ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ഭാഗ്യശ്രീയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. ആ സമയം ഭാഗ്യശ്രീ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൺമണി ചോദിക്കുന്നുണ്ട് അവളോട്, എന്തിനാ ഭാഗ്യശ്രീ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേനും കൺമണി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്തു പറ്റി എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. മനസ്സൊന്ന് ശാന്തമാക്കി ആ പ്രാർത്ഥനയിൽ ഒന്ന് മുഴുകി പ്രാർത്ഥിച്ചിട്ടൊന്ന് വായോ കൺമണി എന്ന് പറയുന്നു. അങ്ങനെ കൺമണി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉണ്ണിത്തിരുമേനി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിത്തിരുമേനി എന്ന് വിളിക്കുന്ന സമയത്ത് ഉണ്ണിത്തിരുമേനി എന്തായാലും ശ്രദ്ധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം തന്നെ കൺമണി ഒരു മനസ്സിനൊരു വിഷമം പോലെ തിരിഞ്ഞ് ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളതെന്ന് പറയുന്നു. കൺമണി, നമ്മുടെ ജീവിതമൊക്കെ ഒരു തമാശ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നു. കൺമണി തിരിച്ചും, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഭാഗ്യശ്രീ, എൻ്റെ ഓരോ പ്രശ്നങ്ങൾ അതിൽ ഉപരിയാണെന്ന് പറയുകയാണ്. പിന്നെ എന്തായി, ബലരാമനെ കുറിച്ച് കൃഷ് എന്തെങ്കിലും പിന്നീട് പറഞ്ഞോ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ? അന്ന് ജയിലിൽ വെച്ച് ദേഷ്യപ്പെട്ടു പോയതല്ലേ കൃഷ്, ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറിയോ? അദ്ദേഹത്തിന് അന്ന് ദേഷ്യം വന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറി, ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. അതെന്തായാലും നന്നായി. പിന്നെ ഞാനൊരു മഹാരഹസ്യം പറയാനാണ് കൺമണിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആ രഹസ്യം അറിയുമ്പോൾ കൺമണി നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും വേണമെന്ന് പറയുന്നു. നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയുമെന്ന് പറയുമ്പോൾ, ബലരാമൻ, അതായത് സുജാതയ്ക്കും സാഗർ സാറിനും ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നില്ല, അതായത് കൃഷിൻ്റെ മൂത്ത കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടീൻ്റെ പ്രസവത്തോടു കൂടി മരിച്ചു പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ഭാഗ്യശ്രീ? അവരല്ലേ പറഞ്ഞത് ആ കുട്ടി മരിച്ചു പോയെന്ന്? ആ കുട്ടിയെ അവർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ അവരെപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോഴും ആ കുട്ടീനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട് അവർ രണ്ടുപേരെന്ന് പറയുന്നു. അത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കൺമണി. ഒരിക്കലും ആ കുട്ടി മരിച്ചിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. ജീവനോടെയോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന രീതിയിൽ കൺമണി ചോദിക്കുന്നുണ്ടോ? അത് മറ്റാരുമല്ല, എൻ്റെ ഏട്ടൻ ബലരാമൻ തന്നെയാണെന്ന് പറയാണ്. എന്താ എന്താ നീ പറഞ്ഞത്? അതെ, ബലരാമൻ, ജയിലിൽ കിടക്കുന്ന ബലരാമൻ, അത് കൃഷ്ണൻ്റെ ചേട്ടൻ തന്നെയാണ് പറയുന്നു. നീ എന്താ എന്നോട് എന്നെ തമാശ പറഞ്ഞേ, എന്നെ കളിയാക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അല്ല കൺമണി, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കൺമണി ഈ രഹസ്യം അറിയണം. എന്നിട്ട് സാഗർ സാറും സുജാതയും വരുമ്പോൾ പറയണം. അതുപോലെ തന്നെ കൃഷ്ണനെയും പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ അവർ വിശ്വസിക്കില്ല. കൺമണി പറഞ്ഞാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം കേട്ടോ. ഇതാരും വിശ്വസിക്കുന്ന കാര്യമില്ല. ഇതിങ്ങനെയൊന്നും അല്ല, അത് നടന്നിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരിക്കലും. ബലരാമൻ, അങ്ങനെ ഒരു കുഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേനും, ഉണ്ട് കൺമണി, ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. നീ എന്താ കഥ എഴുതുകയാണോ വക്കീലിൻ്റെ പണി നിർത്തിയിട്ടെന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, ഇത് സത്യമാണ്. ഇങ്ങനൊരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, അത് അവരാണ്. എൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇതിൽ ഓരോരോ പങ്കാളികളാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നിനക്ക് എല്ലാ കാര്യവും വിശ്വാസമല്ലേ എന്നെ, ഇത് നീ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആകെ തകർന്ന മട്ടിൽ കൺമണി അവിടെ നിന്ന് പോവാട്ടോ ചെയ്യുന്നത്. ആ സമയം തന്നെയാണ് ആകെ ടെൻഷനായി നിൽക്കുമ്പോൾ അവിടേക്ക് ക്രഷ് വരുന്നു. കൺമണി, നിന്നെ അന്വേഷിച്ചപ്പോൾ ദേവജിയ പറഞ്ഞത് നീ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെന്ന്. രാവിലെ തന്നെ നിന്നെ കാണണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. എന്ത് പറ്റി കൺമണി എന്ന് ചോദിക്കാൻ കൺമണി ആവും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്ത് കൺമണി, നിനക്കെന്താ വയ്യേ എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് എന്തൊരു ക്ഷീണം പോലെ, അയ്യോ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കുന്നല്ലോ, ഇങ്ങ് വന്നേ പറഞ്ഞിട്ട് പിടിക്കുമ്പോഴത്തേനും കൺമണി കുഴഞ്ഞു വീഴുന്നു കേട്ടോ. കൺമണി, എന്താ കൺമണി, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു. വേണ്ട സർ, എനിക്ക് പോകണ്ട, എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഇരിക്കും, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റിയിരുത്തുന്നു കേട്ടോ. കൃഷി പിന്നെ ഓടിപ്പോയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ തന്നെയാണ്. കൺമണിയാണെങ്കിലോ ഗോകുലിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. എന്താ ഗോകുലി ഇനി നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇങ്ങനെ പറയുമ്പോൾ ആകെ ടെൻഷനാവുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൊരു പാനിക് അറ്റാക്കാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടെൻഷനും മാനസികമായ ടെൻഷനും എല്ലാം മുറുകിയിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. പിന്നെ ഇത് സത്യം തന്നെയാണോ അപ്പയെന്ന് പറയുമ്പോൾ, അവൾ എന്നോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലടാ, എപ്പോഴും അവൾ പറയുന്നത് സത്യമായിട്ടേ വരാറുള്ളൂ. ഇത് ക്രിസ് സാറിനോട് പറയാൻ പറ്റില്ല ഈ രഹസ്യം, പിന്നെ ഞാൻ ആരോടാ പറയാം? സാഗർ സാറും സുജാമേനോടത്തിനോടും പറയാൻ പറ്റില്ല, ഇനി ആരോടാ ഞാൻ പറയുന്നത്? ഒരു കാര്യം ചെയ്യ്, അപ്പയ്ക്ക് ഇപ്പോൾ ഏറ്റവും വിശ്വാസമുള്ള ഒരാളില്ലേ, ദേവജി അപ്പൂപ്പൻ, അപ്പൂപ്പനോട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുമ്പോൾ അപ്പൂപ്പനും അപ്പയുടെ കൂടെ തന്നെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ ആൾ കൊള്ളാലോ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നീ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നതിൽ എത്രയോ അപ്പുറത്താ മോനെ നീ എന്ന് പറയുന്നു കേട്ടോ.
എന്തായാലും അപ്പം ചെല്ലേ എന്നിട്ട് ആ രഹസ്യങ്ങളെല്ലാം പറയാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. ആ സമയം കൺമണി ദേവ്ജിയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വരുമ്പോൾ ദേവ്ജി ആണെങ്കിലോ സാഗറിനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. സാഗർ പറയുന്നുണ്ട്, കൃപയ്ക്ക് കുറേ ശരിയായി ദേവ്ജി, അവളിപ്പോൾ സംസാരിക്കും നടക്കും ഒക്കെ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ അവൾ പഴയ പോലെ ആവും എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും മിടുക്കിയായിട്ട് അവൾ തിരിച്ചു വരട്ടെ. പിന്നീട് എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഇതൊരു സന്തോഷമുള്ള കാര്യമാണെങ്കിലും മനസ്സിൽ ഒരു സങ്കടം വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നലാണ് ദേവ്ജി. അറിയില്ല എന്താണ് എനിക്ക് പറ്റാൻ പോകുന്നതെന്ന് അറിയില്ല. ആ ഷൺമുഖദാസിനെ കുറിച്ചാണോ നീ ചിന്തിക്കുന്ന സാഗറെ? അവനെക്കുറിച്ചാണെങ്കിൽ നീ ഒരിക്കലും തന്നെ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഇനി അവൻ വിളിക്കുമ്പോൾ എന്നെ വിളിക്കാൻ പറ, നീ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. എന്നാലും ദേവ്ജി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ ഓടിപ്പടഞ്ഞ് ഇങ്ങോട്ട് വരികയോ വേണ്ട, അവൾക്ക് ഭേദാവട്ടെ, അതിനുശേഷം തന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ദേവ്ജി സാഗറിനോട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സാഗർ പറയുന്നത്, ഇവിടെ സുജുവും അതുപോലെ കൃപമോളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കട്ടെ. എന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ദേവ്ജി അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കൺമണി ദേവ്ജി ഫോൺ ചെയ്യൽ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേനും കൺമണിയുടെ അവിടെയുള്ള ഒരു സ്റ്റാഫും ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു കുട്ടി വരുന്നുണ്ട് കേട്ടോ. കൺമണി എൻ്റെ കൂടെ ഒന്ന് വരും, ഒരു 10 മിനിറ്റ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾ ഈ ഇവിടുത്തെ കോഫി ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ധൈര്യം കമ്മി, കൺമണി ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ദേവ്ജിയോട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ദേവ്ജി ആരോടോ വളരെയധികം നന്നായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ആ ഒരു സംഭാഷണം ഇപ്പം തീരും തോന്നുന്നില്ല, നമുക്ക് പെട്ടെന്ന് വരാനേ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു കല്യാണം നടക്കാനല്ലേടോ, ഒന്ന് സഹായിച്ചുകൂടെ നിനക്കെന്ന് പറയുന്നു. എന്നാൽ ശരി നീ നടക്കുമെന്ന് പറഞ്ഞിട്ട് കൺമണി ആ കുട്ടീനെയും കൂട്ടിക്കൊണ്ട് കോഫി ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാനിവിടെ ഇരിക്കാം, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി പോകുമ്പോൾ, നീ വന്നോ, നീ ഒന്ന് വാ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഞാൻ വരുന്നില്ല, നീ എന്തായാലും പോയിട്ട് വായോ എന്ന് പറയുന്നു. ഞാൻ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് കൺമണി അവിടെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. ആ സമയം തന്നെയാണ് അവിടെ ലാലിയെ കാണുന്നത് കേട്ടോ. ലാലിയെ കാണുന്ന ലാലിയുടെ ഫോട്ടോ ആണ് കൺമണി അന്ന് വരച്ചു കൊടുത്തത്. എന്തായാലും ലാലിയെ പിടികൂടിയ എല്ലാ രഹസ്യങ്ങളും അറിയാമെന്ന് കൺമണിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ദേവ്ജിയെ വിളിച്ചിപ്പോൾ തന്നെ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ദേവ്ജിയെ ഫോൺ ചെയ്യുന്ന സമയത്ത് ദേവ്ജിനെ കിട്ടുന്നില്ല കേട്ടോ. ദേവ്ജിൻ്റെ സംസാരം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ കോള് എടുക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം തന്നെ ഇനിയിപ്പോൾ ഞാൻ ആരോടാണ് ഇപ്പോൾ പറയേണ്ടത്, ആകെ ടെൻഷനായാലോ. ഒരു കാര്യം ചെയ്യാം, മഹിബാലിനോട് പറയാം, സാറിനെ വിളിച്ച് പറയാമെന്ന് പറയുന്നു. അങ്ങനെ എന്താ കൺമണി ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും മഹിബാൽ ഒരു കാര്യം പറയാനുണ്ട്, അന്ന് നിങ്ങൾ എന്നോടൊരു പടം വരയ്ക്കാൻ പറഞ്ഞില്ലേ ലാലിയുടെ, എന്തായാലും ആ സ്ത്രീ ഇതാ എൻ്റെ കൺമുന്നിൽ ഇത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. എന്താ കൺമണി അവിടെ തന്നെ ഉണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അതെ സർ, ഇപ്പം എൻ്റെ മുന്നിലുണ്ട് അതെ ആ സ്ത്രീ. എന്തായാലും ഈ അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അറിയാമെന്നല്ലേ സാർ അന്ന് എന്നോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നല്ലൊരു അവസരമാണ്, ഞാനിവിടെ നിൽക്കുമ്പോൾ അവരെൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ആ ലാലിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ രഹസ്യങ്ങളും കിട്ടും കൺമണിക്ക്. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് വൈകിട്ട് നമുക്ക്